ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് ഗെയിംസ് സെറിമണി കമ്മിറ്റി അംഗം ലെനിൻ രാജേന്ദ്രൻ. തെറ്റ് പറ്റിയിട്ട് അത് ഏറ്റുപറയുന്നതിൽ അർത്ഥമില്ല. പരിപാടി റെക്കോർഡ് ചെയ്ത് കാണിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന രീതി ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും ലെനിൻ രാജേന്ദ്രൻ റിപ്പോർട്ടറോട് പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിന് കൃത്യമായ തീമോ റിഹേഴ്സലോ ഉണ്ടായിരുന്നില്ല. പരിപാടികൾ നേരത്തെ റെക്കോർഡ് ചെയ്ത് ജനങ്ങളെ കാണിച്ചത് കാപട്യം നിറഞ്ഞ വിദ്യയാണ്. ജനങ്ങളെ പറ്റിക്കുന്ന ഈ രീതി ഒഴിവാക്കേണ്ടതായിരുന്നു. ഇതെല്ലാം തന്നെ പ്രീ റെക്കോർഡഡ് ശബ്ദങ്ങളായിരുന്നു. അതനുസരിച്ച് ചുണ്ടനക്കുക അല്ലെങ്കിൽ കൊട്ടുക ഉള്ളൊരു ഒരു 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 കാപട്യം നിറഞ്ഞൊരു വിദ്യയാണ്. ഈ ആളുകളെ പറ്റിക്കുന്ന തരത്തിലുള്ള രീതി ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു. ചടങ്ങിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാതെ മുഖ്യമന്ത്രി എല്ലാം ഏറ്റുപറയുന്നതിൽ അർത്ഥമില്ല. മുഖ്യമന്ത്രിയെ വിളിച്ചു പറയുമ്പോൾ ഏതൊരാളും സമ്മതിച്ചു എന്ന് വരും. അങ്ങനെ സമ്മതിപ്പിച്ച് വേണ്ടത്ര റിഹേഴ്സലുകളൊന്നുമില്ലാതെ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കാതെ അതിനാവശ്യമായിട്ടുള്ള വെളിച്ചത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പവർ കൊടുക്കുക, ഒരു ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൽ പരം നാണക്കേട് വേറെയില്ല. ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കെട്ടുകാഴ്ചകൾ അണിനിരത്തേണ്ട കാലം കഴിഞ്ഞു. ഇതിലൂടെ കാര്യങ്ങൾ സുഗമമാക്കാമെന്ന് കരുതിയവർക്കെതിരെയുള്ള പ്രതിഷേധമാണ് സ്റ്റേഡിയത്തിൽ കണ്ടത്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് രാജീവ് കുമാർ. അദ്ദേഹത്തിൽ നിന്നൊരു ഇങ്ങനെ ഒരു കൈപ്പിഴ പറ്റി എന്ന് വിശ്വസിക്കാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. 4.5 കോടി രൂപയ്ക്ക് AR റഹ്മാന്റെ പരിപാടി തീരുമാനിച്ചതായിരുന്നുവെന്നും അഡ്വാൻസ് തുക 2 മാസം മുമ്പ് നൽകാൻ കഴിയില്ലെന്ന് സർക്കാർ പറഞ്ഞതുകൊണ്ടാണ് റഹ്മാൻ പിന്മാറിയതെന്നും ലെനിൻ രാജേന്ദ്രൻ വ്യക്തമാക്കി. സൈഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.